ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോയിൽ ആര് കാണിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ശൈത്യയുടെ ജീവിതങ്ങളും എങ്ങനെ ആയിരുന്നു എന്നുള്ള കഥ പറയുന്നു. ആ അവസരത്തിൽ എനിക്ക് തോന്നുന്നു ആരെഴുതി ചിരിക്കുന്നു. അതൊരു ശരിയായ രീതിയല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ലൈഫാണുള്ളത് അല്ലേ. എനിക്ക് തോന്നുന്നു ആര്യനും ഇതേപോലെ ഒരുപാട് ബിസിനസ്സൊക്കെ തകർന്നിരിക്കുകയാണ് ആര്യൻ്റെ അച്ഛനും. അതുപോലും ആരും റിലേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം ശൈത്യയുടെ അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ഇല്ലാതായി, പൊളിഞ്ഞു പോയി, പൈസയൊക്കെ നഷ്ടപ്പെട്ടു, ഒരുപാട് വിഷമിച്ചു എന്ന് പറയുന്ന സമയത്ത് ആര്യനിരുന്ന് ചിരിക്കുന്നു. രണ ചിരിച്ചുകൊണ്ട് തന്നെ ആര്യനോട് പറയുന്നു, മിണ്ടാതിരിയെന്ന് പറയുന്നു. ഇത് അഭിലാഷ് കാണുന്നു. അഭി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അഭി ഒന്നാമത് ആര്യന് നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അത് വേറൊരു കഥ. എന്തായാലും നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്നു. തിരിച്ച് ആര്യൻ ചെരുപ്പൂരി എറിയുന്നുണ്ട്. ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ്. ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ആര്യൻ്റെ കയ്യിൽ നിന്ന് പല പ്രാവശ്യവും പോകുന്നുണ്ട്. ഈ ആഴ്ച ലാലേട്ടൻ്റെ പറയാൻ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ ആര്യനെ കുറിച്ച്. എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല. മിക്കവാറും ശനിയും ഞായറും റോസ്റ്റിംഗ് ആയിരിക്കും. അത് ആരൊക്കെയാണെന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. എന്തായാലും പ്രൊമോ എന്ന് പറയുന്നത്, ഈ ഒരു പ്രൊമോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി ആര്യൻ്റെ ബിഹേവിയർ. നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ പല ക്യാരക്ടറിലെ പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മുടെ ആര്യന്. അത് ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കാം, മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പലരും പറയുമെങ്കിലും പ്രായവും മെച്യൂരിറ്റിയും ഒന്നും ഒരു ഘടകമേ അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പ്രായവും മെച്യൂരിറ്റിയും ഒന്നും അല്ല അതൊക്കെ പഠിക്കുന്നതിനുള്ള മാനദണ്ഡം. എവിടെ എങ്ങനെ എപ്പോൾ പെരുമാറണം എന്നത് നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു ആര്യന് പ്രോപ്പറായ രീതിയിൽ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.